ഓം ശാന്തി. നിങ്ങൾക്ക് ധനത്തെ ആകർഷിക്കാനുള്ളതായ ഒരുപാട് വിദ്യകൾ ഈ ദിവസങ്ങളിലായിട്ട് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി വേറൊരു പുതിയ വിദ്യയും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പല പല വിദ്യകൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് വെച്ചാൽ, എല്ലാ വിദ്യയും ഒരുപോലെ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. നിങ്ങളുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഏതെങ്കിലും ഒരു വിദ്യയെ നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാവട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് സിസ്റ്റർ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ഞാൻ പുതിയൊരു വിദ്യ പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ധനം പുറമെ നിന്ന് അകത്തേക്ക് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അകത്തേക്ക് മീൻസ് നമ്മുടെ കൈകളിലേക്ക് ആ ധനം എത്തണം എന്നുണ്ടെങ്കിൽ അതൊരു എനർജിയാണ്, നമ്മളും ഒരു എനർജിയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ഫ്രീക്വൻസി, ഞാൻ എപ്പോഴാണോ ആ ധനത്തെ സ്വീകരിക്കാൻ വിധം യോഗ്യരാകുന്നത്, ആ നിമിഷമാണ് എൻ്റെ ഉള്ളിലേക്ക് ധനം വരുന്നത്. അതിന് തടസ്സമാകുന്നത് മറ്റാരും തന്നെയല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ചിന്തകളും എൻ്റെ സങ്കല്പങ്ങളും തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ സങ്കല്പങ്ങളും അത് ഓരോ ഫ്രീക്വൻസിയിൽ ഈ പ്രപഞ്ചത്തിലെ ഊർജവുമായിട്ട് ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെയാണോ നമ്മളെ തന്നെ ഞാനതിന് യോഗ്യയാണ്, ഞാനതാണ് എന്ന് സങ്കല്പിക്കുന്നത്, ആ നിമിഷം നമ്മളിലേക്ക് പോസിറ്റീവായ എനർജിയുടെ പ്രവാഹം ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഞാനതാണ് എന്ന ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. ആ എനർജിയിലേക്ക്, ആ മൂഡിലേക്ക്, ആ ഹാപ്പിനെസ്സിലേക്ക്, ആ റിജോയ്സിലേക്ക്, ആനന്ദത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് സമയം അത് കഴിഞ്ഞ് സാധാരണ ലൈഫിലേക്ക് വരുമ്പോൾ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണുന്നു, അതിന് വില കൂടുതലും, നിങ്ങൾക്ക് കയ്യിലുള്ളതായിട്ടുള്ള പൈസ കുറയുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതല്ലേ ഇപ്പോൾ കയ്യിലുള്ളൂ, അതുകൊണ്ട് പിന്നെ വാങ്ങാം എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ മറിച്ച് ഉള്ളിൽ വിഷമം അനുഭവപ്പെടും, ഫ്രീക്വൻസി ലെവൽ താഴേക്ക് പോവുകയും ചെയ്യും. ഒരിഷ്ടപ്പെട്ടതായിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഫാമിലി ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടതായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോൾ, ഒരു നല്ല ചികിത്സ പെട്ടെന്ന് വേണ്ടതായിട്ട് വരുന്നു, അതിന് വേണ്ടതായിരിക്കുന്ന പൈസ കയ്യിലില്ലാതായിട്ട് വരുമ്പോൾ സന്ദർഭങ്ങൾ ഒരുപാടാണ്. നമുക്ക് അഥവാ 1-2 മാസം ബാങ്കുകളിൽ നിന്ന് 2 മാസം തടവ് തെറ്റി 3-ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും നിരന്തരം കോൾ വരാൻ തുടങ്ങും. ചില ബാങ്കുകളിൽ നിന്ന് ആളുകൾ തന്നെ വീട്ടിലെത്താൻ തുടങ്ങും. അങ്ങനൊരു സമയം വരുമ്പോൾ അതുവരെ സംഭരിച്ച എല്ലാ ഊർജവും പോയിക്കൊണ്ട് എവിടേക്കോ വീണു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഞാൻ നിങ്ങളുടെ അവസ്ഥകൾ, എന്നോട് പങ്കുവയ്ക്കപ്പെടുന്ന സങ്കടങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയുള്ള അൺലിമിറ്റഡ് ആയിരിക്കുന്ന സങ്കടത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ അതെല്ലാം നേരെ ഓപ്പോസിറ്റിലേക്ക് പോവുകയാണ്. കയറി എത്തിയത് ഒരു 10 അടിയാണെങ്കിൽ വീഴുന്നതൊരു പക്ഷേ 50 അടി താഴ്ചയിലേക്കായിരിക്കും. അവിടെ നിന്ന് തിരിച്ച് കയറി വരാനെടുക്കുന്നതായിട്ടുള്ള സമയം ഒരുപാടായി പോവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഞാൻ സിസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തു സിസ്റ്ററെ, എനിക്ക് ഇനിയും ഒരു പൈസ പോലും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. തൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു പക്ഷേ അവർക്ക് അവരുടെ ഫ്രീക്വൻസിനെ ഉയർത്താൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. നമുക്കറിയാം സാഹചര്യങ്ങൾ വരുമ്പോൾ സങ്കടം ഉണ്ടാവും. പക്ഷെ 50 അടിയിലേക്ക് വീഴാതെ അടുത്ത സെക്കൻഡിൽ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ. മറ്റാർക്കും നമ്മളെ സ്ഥിരമായി സഹായിക്കാൻ സാധ്യമല്ല. ഇനി ചില ആളുകൾ സിസ്റ്റർക്ക് ഗൂഗിൾ പേൻ്റെ നമ്പർ അയച്ചിട്ട് ഈ നമ്പറിലേക്ക് കുറച്ച് പൈസ അയച്ചു തരുമോ, നിങ്ങൾ ഈ കോടികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കോടികളല്ല, കോടാനുകോടി സ്വത്തിൻ്റെ ആളാണ്. പലപ്പോഴും സമ്പത്തിൻ്റെ വേർഷൻസ്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് VIP-യുടെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ ഡെഫിനിഷൻ പല വിധത്തിലാണ്. സപ്പോസ് ധനമുണ്ടാക്കിയേ തീരൂ എന്നൊരു ലക്ഷ്യവുമായിക്കൊണ്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫീൽഡ് ഞാൻ ഇറങ്ങുമായിരുന്നുവെങ്കിൽ എനിക്കറിയാം ഞാൻ അതിലപ്പുറം നേടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആ ലെവലിലല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ഒരു സറണ്ടർ സിസ്റ്ററായ എന്നെ സംബന്ധിച്ചിടത്തോളം ധനം എനിക്ക് ഏത് സമയത്ത് ഏത് ആവശ്യത്തിന് പൈസ വേണോ അതിൻ്റെ പല മടങ്ങായിട്ട് വരുന്നുമുണ്ട്, ഉപയോഗിക്കുന്നുമുണ്ട്. മനസ്സിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു ആനന്ദവും അനുഭവിച്ചുകൊണ്ട് ഒരു സമ്പന്നൻ്റെ ജീവിതം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ആരെയെങ്കിലും അത്യാവശ്യം സഹായിക്കേണ്ട ഒരു സമയം വന്നാൽ അവിടെയും ഭഗവാൻ സഹായിക്കാറുണ്ട്. ഭഗവാന്റെ കയ്യിലെ ധനം എൻ്റെ ധനമായിക്കൊണ്ട് ഇന്നലെ വരെയും ഞാൻ ഉപയോഗിച്ചു, ഇന്ന് ഉപയോഗിക്കുന്നു, ഇനിയും അതെൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ലാക്കിങ് ഞാൻ അനുഭവിക്കുന്നില്ല, ആ കൈകളുടെ സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് നമ്പർ ഇട്ടിട്ട് സിസ്റ്റർ പൈസ ഇടൂ എന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കാനുള്ള മടി കൊണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത് എന്നാണ് ഭഗവാന്റെ ഓർഡർ. അവിടെ പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരിക്കലും ആരും എന്നോട് ചോദിക്കേണ്ട. ആരുടെയും ഗൂഗിൾ പേ നമ്പർ തന്ന് സിസ്റ്റർ അതിലേക്ക് പൈസ ഇടുമെന്ന് പറയുമ്പോൾ സിസ്റ്റർ ഇടുമെന്ന് വിചാരിക്കരുത്, നടക്കില്ല. കാരണം അർഹമായ കൈകളിലേക്ക് അർഹമായത് വന്നു ചേരും. അതുകൊണ്ട് സ്വന്തം ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തപസ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മ ചെയ്തിട്ട് കാര്യമില്ല, വൈഫ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ. പിന്നെയും ഭർത്താവിൻ്റെ ഇൻകം കൂടാൻ വേണ്ടി ഭാര്യ ചെയ്യുമ്പോൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകാത്ത വൈഫാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന സോഴ്സ് ഹസ്ബൻഡ് ആയതുകൊണ്ട് പലപ്പോഴും അത് പ്രാക്ടിക്കലായെന്നിരിക്കാം. അതല്ലാതെ യാതൊരു റിലേഷനും ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ വന്ന് എനിക്ക് പൈസ കൊണ്ട് കൊട്ടും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ യോഗ്യത നേടിയാൽ നിങ്ങൾക്കൊരു പക്ഷേ അങ്ങനെയും വരില്ല എന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ ലോട്ടറി വന്നേക്കാം, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ പൈസ വന്നേക്കാം, പല സാധനങ്ങളും പലയിടത്തുനിന്നും വന്ന് കിട്ടിയേക്കാം, പലതും വരാം. പക്ഷേ അതിനു വേണ്ടി ഒരിക്കലും ഒരാളുടെ മേലെ നിങ്ങൾ പ്രഷർ ഇടാമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. അത് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവാണ്, ആ നെഗറ്റീവ് നിങ്ങളെ നെഗറ്റീവിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഇട്ട സഹോദരന്മാരോടോ സഹോദരി ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ആത്മാവിനുള്ളതായിട്ട് എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾക്കുള്ള ധനത്തിന് വേണ്ടി ആദ്യം സ്വന്തം ക്ലീനിങ് അനിവാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. ഇനി ഈ കാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ആദ്യം നമ്മൾ നമ്മുടെ മൈൻഡിനെയാണ് സ്ട്രോങ് ആക്കേണ്ടത്. ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് വന്ന് സേവനം തുടങ്ങിയ സമയത്ത് അന്ന് മീറ്റതായിട്ടുള്ള ഒരു സീനിയർ പേഴ്സണോട് പറഞ്ഞത് ഓർക്കും, ഒരിക്കലും ആർക്കും മീൻ പിടിച്ച് കൊടുക്കരുത്, മീൻ വലയെ കൊടുക്കാവോ, അവർ പിടിച്ച് ജീവിക്കട്ടെ എന്ന്. മീൻസ് മീൻ കഴിക്കണം എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഒരാൾക്കും സാധനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് അവരെ സദാകാലം സന്തോഷിപ്പിക്കാനാവില്ല. അതേസമയം തൻ്റെ ജീവിതത്തിൽ വേണ്ടതായിരിക്കുന്ന സൗകര്യങ്ങളും സമ്പത്തിനും നേടിയെടുക്കാൻ വിധം ഒരാളെ പ്രാപ്തമാക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥമായ സേവനമാണെന്ന് ഞാൻ ബ്രഹ്മകുമാരി ലൈഫ് ആരംഭിച്ച ഉടനെ ക്ലാസ്സിൽ വരുന്നുണ്ടായിരുന്ന ഒരു സീനിയർ ആയിരിക്കുന്ന ഏജ് ആയിരിക്കുന്ന ഒരു സഹോദരൻ എനിക്ക് തന്ന ഉപദേശമാണ്. ഞാൻ എന്നും അതിനെ ശിരസാ വഹിക്കാറുണ്ട്, ഞാൻ ഓർക്കാറുണ്ട്. ലൈഫിലുടനീളം അത്തരം പലരെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരാനുള്ളത്, ഇന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡൻറ്റിറ്റീനെ അതിൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയിലേക്ക് മാറ്റാനുള്ള ഊർജം നിങ്ങളിൽ നിറയും. അധികം വൈകാതെ ഒരു പക്ഷേ ചിലർക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് റിസൾട്ട് കിട്ടുന്നു. ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി വന്നതായിരിക്കുന്ന ഒരു 40,000 റുപ്പീസ് അത്യാവശ്യം വന്നപ്പോൾ അത് ഏതായാലും മണിക്കൂറുകൾ കൊണ്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരെന്നെ സഹായിക്കാനുള്ളതായിട്ടുള്ള സന്മനസ് കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കും സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഏത് എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും എന്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ആദ്യം നമ്മളെ അതിന് യോഗ്യരാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതുവരെയുള്ളതായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട്, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കഠിനമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്, ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു കാരണം കൊണ്ടും ഒരു വശം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് പറയാറുണ്ട് ഈശ്വരന് കത്തെഴുതാൻ. ചില സന്ദർഭങ്ങളിൽ ഭഗവാന് കത്തെഴുതുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുമ്പോൾ സങ്കടത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ, വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ കരയും പോലെ ചിലപ്പോൾ കുറച്ച് കരഞ്ഞു പോയേക്കാം. പോട്ടെ, ആ ഉപ്പ് വെള്ളം അങ്ങ് ഒഴുകിപ്പോകുമ്പോൾ ഹൃദയഭാരം അലിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അങ്ങനെയും ചെയ്യാം, എന്നാലും വിരോധമില്ല. പക്ഷേ ആ ഫീലിങ്ങിനെ കൊണ്ടു നടക്കരുത്, അതുകൊണ്ട് താഴ്ന്നു പോവരുത്. ഭഗവാന് കത്തെഴുതുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ അനുഭവം, ആ എഴുതുന്ന നിമിഷം ഒരു ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചുകൊണ്ട് മഷി ഒപ്പിയെടുക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം മുഴുവൻ ഭഗവാൻ ഏറ്റെടുക്കും. നിങ്ങൾക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ പറ്റും, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന തോട്ട്സ് വരും. മീൻസ് ഭഗവാൻ ഊർജം നിങ്ങളിൽ നിറച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശക്തി തന്ന നിമിഷങ്ങളാണ്. അത്തരത്തിൽ എല്ലാ വീഴ്ചകൾ വരുന്ന സമയത്തും ഒന്നുകിൽ ഭഗവാനെ കത്തെഴുതിക്കൊണ്ട് ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കി താഴാതെ ആ ലെവലിൽ നിന്ന് മേലെ കയറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം.
ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാ ദിവസവും ഇതേത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ ഇങ്ങനെയുള്ളതായിരിക്കും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സമയം നമുക്ക് ഒറ്റയ്ക്കിരിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ വൈബ്രേഷൻസിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ, മറ്റുള്ളവരുടെ ശബ്ദങ്ങളുടെ കോലാഹലങ്ങളുടെ പ്രഭാവമില്ലാതെ, ഇൻ ബിറ്റ്വീനിൽ ആരും നമ്മളെ ശല്യപ്പെടുത്താത്ത ഒരു സമയവും സാഹചര്യവും കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മളെ തന്നെ നോക്കുക, ഫീൽ ചെയ്ത് നോക്കുക. നമ്മളുടെ ആ ഒരു ദിവസത്തിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു 5 ലക്ഷം രൂപയാണ്, 50,000 രൂപയാണ്, എന്താണെന്ന് വിചാരിക്കൂ. ആ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഈ നിമിഷം കിട്ടിക്കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക്, നമ്മുടെ ഫാമിലി ഒരാളെ സഹായിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മകൾക്കൊരു കാര്യം വന്നിരിക്കുന്നു, മകനൊരു കാര്യം വന്നിരിക്കുന്നു, വൈഫിനൊരു കാര്യം വന്നിരിക്കുന്നു, നമുക്ക് പേഴ്സണൽ ഒരു കാര്യം വന്നിരിക്കുന്നു, ഏതെങ്കിലും ഒരാൾക്ക് വീട്ടിലൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ആനന്ദം എന്താണ്? ഫീൽ ഇറ്റ്. എന്തെങ്കിലും ഒരു കടം അത്രയും ക്രൂഷ്യലായി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്, അത് വീട്ടാൻ നിങ്ങൾക്ക് പറ്റി. നിങ്ങൾ അനുഭവിക്കുന്ന ആ മാനസികമായിരിക്കുന്ന സമാധാനം അതെത്രയാവും? ഫീൽ ചെയ്ത് നോക്ക്. ഞാൻ 1-2 ഉദാഹരണം പറയുകയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് എന്തിനെയൊക്കെ അതിജീവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ടോ, ആ ആനന്ദത്തെ അനുഭവിക്കുക. അവിടെയാണ് നമ്മൾ ആ സ്ഥിതിയുമായിക്കൊണ്ട് നമ്മളെ മാനസികമായിട്ടുള്ള ആ ഒരു താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ വരുന്നത്. അവിടെയാണ് ആ സമ്പത്ത് സ്വീകരിക്കാൻ വിധം നമ്മളെ യോഗ്യരാക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു അനുഭൂതി ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു പേപ്പറും പെന്നും എടുക്കുക. ഒരു കാര്യം, ഇങ്ങനെയുള്ള എന്തൊരു മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ പേപ്പർ എടുക്കുമ്പോഴും അതിനുള്ള ഒരു എഴുത്തുമില്ലാത്ത പേപ്പറായിരിക്കണം. ഞാൻ പറയുന്നത് ഇങ്ങനൊരു പാഡും പെന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്ന ഒരു ഡയറിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞു തന്നിരുന്നു, അത് ഉപയോഗിക്കാം. അഥവാ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടായാലും കുഴപ്പമില്ല, മനോഹരമായിക്കൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. ഞാനിവിടെ എഴുതുകയാണ് ബ്രഹ്മകുമാരി ഷീബ എന്നുള്ളതിന് നമ്മൾ BK ഷീബ എന്നാണ് എഴുതുക. അതേപോലെ ഞാനിതിൽ BK ഷീബ എന്ന് 1ാമത്തെ പ്രാവശ്യം എഴുതി. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീലിങ്ങിന്, ആ ഒരു സന്തോഷത്തിന് നേരത്തെ കണ്ട സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ടേസ്റ്റി ഫുഡ് വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ അതിൻ്റെ രസം കുറഞ്ഞു പോകുന്നത് പോലെ ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് കയ്യിൽ വരുമ്പോൾ അതുമായിട്ട് അനുബന്ധമായിരിക്കുന്ന നെക്സ്റ്റ് സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്ന എന്താണോ അത് കാണുക, ആനന്ദിക്കുക. എഗെയിൻ വീണ്ടും നിങ്ങളുടെ പേര് എഴുതുക. ഇതേപോലെ 7 പ്രാവശ്യം. ഇനി ഒരുപാട് കാര്യങ്ങളില്ല എന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് കാണാനായിട്ട്, എന്നാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ കണ്ടുകൊണ്ട് 7 പ്രാവശ്യം നിങ്ങളുടെ പേര് എഴുതണം. ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ആ ഒരു സെയിം സ്റ്റേജിൽ അനുഭവിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഒരു മെൻ്റൽ മൂവി ക്രിയേറ്റ് ചെയ്ത് ഒരു സിനിമ കാണുമ്പോൾ, ഞാൻ കാണാറുണ്ട് പലപ്പോഴും പല ആളുകളും സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിൽ അങ്ങ് അലിഞ്ഞിരുന്നിട്ട് കരയുമ്പോൾ കരയുന്നു, ചിരിക്കുമ്പോൾ ചിരിക്കുന്നു, ഇങ്ങനെയുള്ള പല സീനും നമ്മൾ കാണാറുണ്ട്. അത്രയും അലിഞ്ഞു ചേർന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ മൂവിയുടെ ദൃശ്യത്തെ കണ്ടുകൊണ്ട് ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ 7 പ്രാവശ്യം നിങ്ങളുടെ പേരിന് എഴുതണം. അതൊരു പക്ഷേ 10-15 മിനിറ്റ് സമയം എടുത്തിട്ടാണെങ്കിലും വിരോധമില്ല. ഒരു 20 മിനിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മീൻസ് ആ മെൻ്റൽ മൂവിയിൽ എത്ര സമയം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു അത്രയും വളരെ വേഗത്തിൽ അത് നമ്മുടെ അടുത്തേക്ക് വരും. ഈ എഴുതുക എന്നുള്ളതായിരിക്കുന്ന പ്രക്രിയ ഒരു ദിവസം മാത്രം ചെയ്യേണ്ടതല്ല. ഇത് 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരും. ധനത്തിൻ്റെ ഫ്ലോ നിങ്ങളിലേക്ക് ആരംഭിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് വലിയ വലിയ ഗിഫ്റ്റുകൾ, ലോട്ടറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെയുള്ള ചിലപ്പോൾ കുറി കിട്ടേ, അതല്ലാന്നുണ്ടെങ്കിൽ കൊടുത്ത് കിട്ടാതിരിക്കുന്ന പൈസ തിരിച്ചു വന്നു ചേരേ, ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തരേ, ഏതെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ധനം വരും. ഒരു കാര്യം കൂടെ ചേർക്കട്ടെ, അങ്ങനെ ഒരു പൈസ വരുമ്പോൾ അത് 500 രൂപയാണെങ്കിൽ പോലും ആ 500 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ ചെയ്യാറുണ്ട്. ആരെങ്കിലും നമ്മുടെ കയ്യിൽ ഭഗവാന്റെ ഭണ്ഡാരത്തിന് വേണ്ടി പൈസ തരുമ്പോൾ ഞാൻ റെസ്പെക്റ്റോട് കൂടി 2 കണ്ണിലും അത് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് താങ്ക് യു പറയാറുണ്ട്. അത് 50 രൂപയാണെങ്കിലും അത് 50 ലക്ഷം രൂപയാണെങ്കിലും ഏത് എമൗണ്ട് ആണെങ്കിലും വിത്ത് ഈക്വൽ റെസ്പെക്റ്റോടെ ഈക്വൽ ഹാപ്പിനെസ്സോടെ സ്വീകരിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് വരുന്ന ഗിഫ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതേത് എമൗണ്ട് ആണെങ്കിലും 5 രൂപയോ 50 രൂപയോ അതല്ലാത്തുണ്ടെങ്കിൽ 500 രൂപ എമൗണ്ട് എന്തും ആവട്ടെ, ആ എമൗണ്ടിനെ കണ്ണിൽ വെച്ച് റെസ്പെക്റ്റോടെ ഹൃദയത്തിൽ ചേർത്ത് ആനന്ദത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യാത്ര ഹൈറ്റ്സിലേക്ക് ആരംഭിച്ചു എന്ന് സന്തോഷിച്ചുകൊണ്ട് സ്വീകരിക്കൂ. നിങ്ങൾ എഴുതുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കൂ.
ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിലേക്ക് അടുക്കും തോറും നിങ്ങളടുത്ത് വരുന്ന എമൗണ്ട് കൂടാൻ തുടങ്ങും, ഫ്ലോ കൂടാൻ തുടങ്ങും. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കണം. പക്ഷേ ഒറ്റ കാര്യം മാത്രം, എപ്പോഴെങ്കിലും അതിന് വിപരീതമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ യാത്രയിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് തിരിച്ചു കയറണം. താഴോട്ട് പോകരുത്. വീണ്ടും വീണ്ടും മേലെ കയറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം, ധനം, സാമ്പത്തികമായിരിക്കുന്ന സ്വാതന്ത്ര്യം, ധനത്തിൻ്റെ സ്വാതന്ത്ര്യം അഥവാ ലക്ഷ്മിയുടെ ആഗമനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.